നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പമ്പ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 3 അംഗങ്ങൾ മരിച്ചു. അപകടത്തിൽ ഒതിമൂട് കരിങ്കുറ്റിക്കൽ പുഷ്പമംഗലത്ത് അനിൽകുമാർ, മകൾ നിരഞ്ജന അനിൽ, അനിൽകുമാറിന്റെ സഹോദരന്റെ മകൻ ഗൗതം സുനിൽ എന്നിവരാണ് മരിച്ചത്. അനിലിന്റെ സഹോദരി അനിത വിജയനും അപകടത്തിൽപ്പെട്ടു. പക്ഷേ അവരെ സമീപത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് അപകടം. പമ്പാ നദിയിലെ മുണ്ടപ്പുഴ ചന്തക്കടവിലായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ അപകടമുണ്ടായത്. അനിൽകുമാർ, നിരഞ്ജന, ഗൗതം, അനിത, ഗൗതമിന്റെ മാതാവ് സീനാമോൾ എന്നിവർ കടവിൽ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനുമായിട്ടായിരുന്നു എത്തിയത്. സ്ത്രീകൾ തുണികൾ കഴുകുകയും അനിൽ അവ കഴുകിയെടുക്കുകയും അമ്മുവും ഗൗതമും ചേർന്ന് അവ പാറയിൽ വിരിച്ചിടുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ഗൗതം ആറ്റിലേക്കിറങ്ങി ഒഴുക്കിൽപ്പെട്ടു. ഗൗതമിനെ രക്ഷിക്കാൻ അനിൽകുമാർ പിന്നാലെ ചാടി. ഇരുവരും ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് നിരഞ്ജനയും പിന്നാലെ ഇറങ്ങുകയായിരുന്നു. ഇതിനു പിന്നാലെ അനിതയും ചാടി. കടവിൽ നിന്നിരുന്ന ആനപ്പാറമല സ്വദേശി പ്രസന്ന സാരി ഇട്ടുകൊടുത്ത് നിരഞ്ജനയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ പോകുന്നെന്ന് പറഞ്ഞ് പിന്നാലെ നീങ്ങുകയായിരുന്നു. ഇതിനിടെ ഒഴുക്കിൽപ്പെട്ട അനിതയെ സാരിയിട്ട് കൊടുത്ത് പ്രസന്നയും മറ്റുള്ളവരും ചേർന്ന് രക്ഷിച്ചു. പ്രസന്ന അറിയിച്ചതനുസരിച്ചെത്തിയ പമ്പ് ഓപ്പറേറ്റർ വിജയൻ സാരി എറിഞ്ഞുകൊടുത്ത് ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ അതിൽ പിടിക്കാൻ തയ്യാറായില്ല. പമ്പ് ഹൗസിൽ നിന്ന് ഉയരം കൂടിയ കോവണിയും എടുത്ത് ഓടിയെത്തിയപ്പോഴേക്കും മൂവരും കയത്തിൽ താഴ്ന്നുപോയി. ചിറ്റാർ ഗവൺമെന്റ് HSS +2 വിദ്യാർത്ഥിയാണ് നിരഞ്ജന. റാന്നി MSHSൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗൗതം. അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ മകനൊപ്പം ട്രെയിന് മുന്നിൽ ചാടിയ യുവതി മരിച്ചു. പാറശാല കൊറ്റാമ മഞ്ചാടി മറുത്തലയ്ക്കൽ വിള വീട്ടിൽ ജെർമിയാണ് മരിച്ചത്. സാരമായി പരിക്കേറ്റ 5 വയസ്സുകാരൻ ആദിഷിനെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകുന്നേരം 6:45 കൊറ്റാമം വൃദ്ധസദനത്തിന് സമീപമാണ് സംഭവമുണ്ടായത്. പാളത്തിലൂടെ മകനൊപ്പം നടന്നെത്തിയ ഇരുവരെയും ട്രെയിൻ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. സ്റ്റോപ്പ് കഴിഞ്ഞ് മുന്നോട്ടെടുത്ത ട്രെയിനിന് വേഗം കുറവായിരുന്നതിനാൽ തട്ടിയതോടെ ജെർമി പാളത്തിലേക്ക് വീണു. തലയ്ക്ക് പരിക്കാണ് മരണകാരണം. ഒരാഴ്ച മുമ്പ് ഭർത്താവിൽ നിന്ന് ഇവർ വിവാഹമോചനം നേടിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.